കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ സംഭവത്തിൽ സംവിധായകൻ സമീർ താഹിറിനെ ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ്. സമീറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവർ പിടിയിലായത്. സംഭവത്തിന് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മജു ടി.എം. ജനം ടിവിയോട് പറഞ്ഞു. സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു പരിശോധനയും അറസ്റ്റ് നടപടികളും എല്ലാം തന്നെയാണ് കൊച്ചി എക്സൈസ് പൂർത്തിയാക്കിയിട്ടുള്ളത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൃത്യമായി എക്സൈസ് നടത്തിയ നീക്കങ്ങൾ. 3 സംവിധായകർ ഈ ഒരു റെയ്ഡിൽ പരിശോധനയിൽ പിടിയിലാവുകയും ചെയ്തു. നമുക്കിപ്പോൾ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറായ ടി.എം. മജു ആണ് ഉള്ളത്. അദ്ദേഹം കൃത്യമായി തന്നെ ഈ റെയ്ഡിനും പരിശോധനയ്ക്കും എല്ലാം തന്നെ നേതൃത്വം നൽകിയാണ്. സാർ, വളരെ വലിയൊരു നീക്കം തന്നെയാണ് എക്സൈസിന്റെ ഭാഗത്തു നിന്ന് സമീപകാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം. എങ്ങനെയായിരുന്നു സാർ ഇതിലേക്ക് കടന്നത്? ഒരു സീക്രട്ട് ഇൻഫർമേഷൻ കിട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഫ്ലാറ്റ് പോയി സെർച്ച് ചെയ്യുന്നത്. പർട്ടിക്കുലർ റൂം തന്നെയാണ് നമുക്ക് കിട്ടിയത്. ആ റൂമിൽ തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ 3 പേരുണ്ടായിരുന്നു. അവർ 3 പേരെ നമ്മൾ അവിടെ നിന്ന് പിടിക്കുകയാണ് ചെയ്തത്. കൂടാതെ അവർ നമ്മൾ ചെല്ലുമ്പോൾ ഉപയോഗിക്കേണ്ട സാമഗ്രികളെല്ലാവരും ഉണ്ടായിരുന്നു. അവർ 1.65 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചാവും, പിന്നെ ബോങ്ങും, പിന്നെ ക്രഷ് ചെയ്യുന്നൊരു മെഷീൻ ഇടുമ്പോൾ ഗഞ്ചാവ്, അത് ഉൾപ്പെടെയാണ് നമുക്ക് കണ്ടെത്താനായത്. അവർ ഉപയോഗത്തിലേക്ക് കടക്കാൻ വേണ്ടി ഒരു ലഹരി പാർട്ടി തന്നെ സംഘടിപ്പിക്കാൻ ഇല്ല, അവർ 3 പേരേ ഉള്ളൂ. അവർ ചർച്ച ചെയ്യണമെന്ന രീതിയിലാണ് അവർ ഇത് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണെന്ന രീതിയിലാണ് അവർ അവിടെ കൂടിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ ആളുകളുടെ എന്തെങ്കിലും പങ്കാളിത്തം സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകിയിട്ടുണ്ടോ മറ്റ് സിനിമ? നമുക്ക് ഇതിൻ്റെ സോഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു ലീഡ് നമുക്കുണ്ട്, നമ്മളത് നോക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ കൂടുതൽ ആളുകളിലേക്കുള്ള അന്വേഷണം എങ്ങനെയാണ് സാർ ഇവരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ? ഇവരുടെ നിന്ന് നമ്മൾ ഇവരെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ലീഡ് അനുസരിച്ചിട്ട് ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റും. മറ്റൊരു കാര്യം സാർ, ഈ ചെറിയ കണ്ണികളായിരുന്നു ഇതുവരെ പിടിക്കപ്പെട്ടിരുന്നതെങ്കിൽ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന സംവിധായകർ, ഇപ്പോൾ ആലപ്പുഴ ജിങ്ങാന പോലുള്ള ഏറ്റവും നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ സംവിധായകൻ, അറിയപ്പെടുന്ന സംവിധായകനാണ് സാർ. പോലെ ആ സിനിമ കണ്ടതിന് ശേഷമാണ് സാറിന് വിവരം ലഭിച്ചത് അല്ലേ? അതെ, നമ്മൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണല്ലോ അത്. കാരണം വെച്ചാൽ നമ്മൾ സിനിമാ മേഖലയിൽ നിന്ന് ശരിക്കും തുടച്ചു നീക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ഇത് എല്ലാവരും ഈ സിനിമാ മേഖല എല്ലാവരും ഈ ഡ്രഗ്സോട് റിലേറ്റഡ് ആയിട്ട് ആൾക്കാരല്ല, പക്ഷേ കുറച്ച് ആൾക്കാരുണ്ട്. അത് അവർ തന്നെ ഇത് നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാർ, ഇതിനൊരു സ്ഥലം സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളുകളും അവർ ഒരേപോലെ കുറ്റക്കാരാണ്. ഇവിടെ സംവിധായകൻ സമീർ താഹിറിനെതിരെ അത്തരമൊരു ആരോപണം ഉയരുന്നുണ്ട്. ഈ സമീറിനെ നോട്ടീസ് നൽകി സമൻസ് നൽകി വിളിച്ചു വരുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമോ? ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ NDPS ആക്ട് പ്രകാരം ഒരു ഒഫൻസ് ഒരു ഇടം കൊടുത്താലും അതൊരു ഒഫൻസാണ്. അപ്പോൾ അതുകൊണ്ട് ആ റൂം അയാളുടെ റൂമിലാണ് അവർ തങ്ങിയിരുന്നത്. അതുകൊണ്ട് നമ്മൾ അയാളെ നോട്ടീസ് അടിച്ച് വിളിച്ച് വരുത്തിയിട്ട് ശേഷം നമ്മൾ വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്തതിന് ശേഷം തുടർ നടപടി ചെയ്യുന്നതാണ്. കൃത്യമായി തന്നെ പോലീസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും നിർണായകമായ നടപടികളിലൂടെ തന്നെയാണ് ഈ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ എക്സൈസും പോലീസുമെല്ലാം മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.